നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചൈന ഗ്രാസും ജലാറ്റിനും അതുപോലെ തന്നെ മുട്ടയൊന്നും ചേർക്കാതെ നല്ല സിമ്പിളായിട്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. വീട്ടിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ശരിക്കും റെഡിയാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഇന്ന് ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ ഓപ്പണായി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ തേങ്ങാപ്പാൽ കൊണ്ടുള്ള പുഡിംഗ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. തേങ്ങ ചിരകിയതിന് ശേഷം അതിനകത്തോട്ടേക്ക് ഒരു 250 ml വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. പിന്നെ അതിനകത്തോട്ടേക്ക് വീണ്ടും ഒരു 250 ml വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു തേങ്ങക്ക് 500 ml വെള്ളമാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 500 ml തേങ്ങാപ്പാലുണ്ട്. നമ്മുടെ മെഷറിംഗ് കപ്പ് വെച്ച് ഒന്ന് അളന്നെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ നമുക്ക് വേറൊരു ബൗളിനകത്തോട്ടേക്ക് മാറ്റാം. അപ്പോൾ ഒരു 1/2 കപ്പിനടുത്ത് തേങ്ങാപ്പാൽ ഞാനൊരു ചെറിയ ബൗളിനകത്തോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കിയുള്ള ചേരുവകളൊക്കെ നമ്മൾ ഇതിനകത്തോട്ടേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 7-8 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. പൊടിച്ചതൊന്നല്ല കേട്ടോ, പൊടിക്കാത്ത പഞ്ചസാര തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ പുഡിംഗ് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1/4 കപ്പ് അളന്ന് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 4 ടേബിൾ സ്പൂണിൻ്റെ അടുത്താണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ പുഡിങ്ങിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. വാനില എസൻസോ ബട്ടർ സ്കോച്ചോ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഏലക്കപ്പൊടി ചേർക്കുന്നത്. ഏലക്കപ്പൊടി ചേർത്തപ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. കാരണം തേങ്ങാപ്പാലൊക്കെ ആകുമ്പോൾ ഏലക്കപ്പൊടി ആയിരിക്കും ഒന്നുകൂടി ബെറ്റർ. ഇനി നമ്മുടെ പുഡിങ്ങിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വിസ്കോ അതല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ പഞ്ചസാരയും കോൺഫ്ലോറും ഒക്കെ തേങ്ങാപ്പാലുമായിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടും തരികളില്ലാത്ത രീതിയിൽ വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടി, എന്നാലേ നല്ല സ്മൂത്തായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ 1-2 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ പുഡിംഗ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പുഡിംഗ് റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് നമ്മൾ ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാൽ ഞാൻ സോസ് പാനിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. തേങ്ങാപ്പാൽ ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഒത്തിരി അങ്ങ് തിളപ്പിച്ചെടുക്കാൻ നിൽക്കരുത്. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കോൺഫ്ലോറൊക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലിൻ്റെ ആ ഒരു കൂട്ട് ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലും കോൺഫ്ലോറും കൂടിയുള്ള ആ ഒരു കൂട്ട് ഒന്നുകൂടി വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ തവി വെച്ചിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക. കാരണം നമ്മൾ കോൺഫ്ലോറൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അങ്ങ് തിക്കായിട്ട് വരും. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇത് അത്യാവശ്യം കണ്ടില്ലേ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കൂടി നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ 2-3 മിനിറ്റ് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ചൂടാറുന്ന സമയത്ത് ഒന്നുകൂടി അങ്ങ് കുറുകും കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തവിയോ അതല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ചിട്ട് 2-3 മിനിറ്റ് കൈ എടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. എന്നാൽ മാത്രമേ നല്ല സ്മൂത്തായിട്ട് നമ്മൾ ഏത് ട്രേക്കകത്താണോ സെറ്റ് ചെയ്യുന്നത് അതിനകത്ത് നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഏത് ബൗൾ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇതുപോലെയുള്ള ഗ്ലാസിൻ്റെ ബൗളോ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ഗ്ലാസ് ഉപയോഗിക്കാം. സ്റ്റീലിൻ്റെ ബൗൾ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ്സിനകത്താണ് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒന്നും വെച്ച് ഗ്രീസ് ചെയ്തെടുത്തിട്ടൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ നെയ്യൊക്കെ വെച്ച് ഗ്രീസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ റെഡിയാക്കിയിട്ടുള്ള കൂട്ട് ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു തവിക്കകത്തോട്ടേക്ക് ആക്കിയിട്ട് ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1-2 മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ആ ഒരു ചൂടോടുകൂടി തന്നെ നമുക്ക് ഗ്ലാസ്സിനകത്തോട്ടേക്ക് ഒഴിച്ച് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ ബൗളിനകത്തായിട്ട് ഓരോരുത്തർക്കായിട്ട് സെർവ് ചെയ്യുന്നതാണെങ്കിൽ ചെറിയ കുഞ്ഞു ബൗളിനകത്താക്കി ഒഴിച്ചു വെക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ.
അപ്പോൾ ഈ ഒരു ഗ്ലാസ് ഏകദേശം മുഴുവനായിട്ട് തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തറയിൽ വെച്ച് ഒന്ന് തട്ടി കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് ഞാൻ ഇതുപോലൊരു ഗ്ലാസ്സിനകത്തോട്ടേക്കും ബാക്കി ഞാൻ ഇതുപോലൊരു സ്റ്റീലിൻ്റെ ബൗളിനകത്തോട്ടേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിനകത്ത് ഒരു 1-2 മണിക്കൂർ വെച്ച് ഇത് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിനെ ഒന്ന് സെറ്റായതിന് ശേഷമുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് സൈഡിൽ നിന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. പുഡിംഗ് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് ശരിക്കും കണ്ടില്ല, ഇതുപോലെ ജെല്ലി പോലെയാണ് ഇരിക്കുന്നത്. കഴിക്കാനാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും എല്ലാവർക്കും നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. നമ്മളിതിനകത്ത് ചൈന ഗ്രാസോ ജെലാറ്റിനോ അങ്ങനെയുള്ള ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. അല്ലാതെ തന്നെ ഇത്രയധികം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് പിസ്ത വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ കുറച്ച് പിസ്ത വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സെർവിങ് പ്ലേറ്റിലും ഞാൻ കുറച്ച് പിസ്ത വെച്ചിട്ട് തന്നെ ഒന്ന് ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ചെറിയ ബൗളിലാണ് ചെയ്യുന്നതെങ്കിൽ ഓരോന്ന് ഇതുപോലെ തന്നെ ഗാർണിഷ് ചെയ്ത് സെർവ് ചെയ്യുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ. അത്രയധികം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഇതെല്ലാം എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ മറ്റേത് കൂടി ഞാനൊരു പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ടൊന്ന് കാണിച്ചു തരാം. ചെറിയ ബൗളിനകത്തുള്ളതും ഞാനൊരു പ്ലേറ്റിനകത്തോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല സ്പെഷ്യലായിട്ടുള്ളതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.